സ്നേഹരാഗം ഭാഗം 10. പ്രഭാവതിയുടെ സ്വരത്തിൽ പുച്ഛവും പരിഹാസവും നിറഞ്ഞു നിൽക്കുന്നത് പോലെ നന്ദനയ്ക്ക് തോന്നി. എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാ ദേഷ്യവും കൂടി ഇരട്ടിയാകും എന്ന തിരിച്ചറിവ് ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെ അവൾ നിശബ്ദയായി. അതോടെ ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് പ്രഭാവതി അവിടെ നിന്നും പോയി. കുറച്ചു നേരം അങ്ങനെ തന്നെ അവിടെ അവൾ ആ നിൽപ്പ് നിന്നു. പിന്നെ അവിടെ വെച്ചിരുന്ന പാത്രം എടുത്തു നോക്കി. അതിൽ എന്നത്തെയും പോലെ ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അവൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ന് താൻ കിടന്നപ്പോൾ പ്രഭാവതി അവളെ വിളിക്കാത്തത് അവളിൽ അത്ഭുതമുണ്ടാക്കി. അങ്ങനെ ചെയ്യാത്തതാണ്. എപ്പോഴും അവൾ കിടന്നു കഴിഞ്ഞാൽ പിന്നാലെ ചെന്ന് വിളി തുടങ്ങും. അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്, അതൊന്നും ആർക്കും അറിയേണ്ട കാര്യമില്ലല്ലോ, എല്ലാം അറിയാം, ഈ ഞാനുണ്ടല്ലോ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ നന്ദന എഴുന്നേൽക്കും. അമ്മയുടെ പറച്ചിൽ കേട്ടാൽ അമ്മയാണ് എല്ലാ ജോലിയും ചെയ്യുന്നത് എന്ന് തോന്നും. താൻ വെറുതെ ഇരിക്കുകയാണെന്നും അവൾ മനസ്സിലോർത്തു. ചപ്പാത്തി എല്ലാം റെഡിയായപ്പോൾ രാവിലെ ഉണ്ടാക്കിയ കറികളെല്ലാം ഒന്ന് ചൂടാക്കി. പണികളെല്ലാം കഴിഞ്ഞപ്പോൾ മുറിയിലേക്ക് പോവാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ പിന്നാമ്പുറത്ത് ചെന്നിരുന്നു. പൂജ വന്ന് പിന്നിൽ നിന്നതൊന്നും അവൾ അറിഞ്ഞില്ല. ഏട്ടത്തി എന്നുള്ള നീട്ടിവിളിയിൽ അവൾ ഏതോ മായിക ലോകത്തെന്ന പോലെ എഴുന്നേറ്റു. നന്ദന ഞെട്ടി പുറകിലേക്ക് നോക്കി. അർജുനേട്ടൻ വന്നിട്ടുണ്ട്, പൂജ പറഞ്ഞു. അവൾ പറഞ്ഞ ആ വാർത്ത കേട്ട് നന്ദനയ്ക്ക് സന്തോഷമൊന്നും തോന്നിയില്ല. അവൾ പതിയെ എഴുന്നേറ്റ് പൂജയുടെ പിറകെ പോയി. ഹാളിൽ എത്തിയപ്പോൾ അർജുനോട് എന്തൊക്കെയോ പറഞ്ഞ് വിലപിക്കുന്ന പ്രഭാവതിയെയാണ് കണ്ടത്. ഇടയ്ക്ക് കണ്ണു തുടയ്ക്കുകയും മൂക്ക് ചീറ്റുകയും ചെയ്യുന്നുണ്ട്. പൂജയും നന്ദനയും വരുന്നത് കണ്ടപ്പോൾ അർജുൻ അവരെ ഒന്ന് നോക്കി. അവരെ കണ്ടതും പ്രഭാവതി കണ്ണുകൾ അമർത്തി തുടച്ചു. നീ പോയി കുളിച്ചിട്ട് വാ മോനെ, അത്താഴം കഴിക്കാം, ബാക്കി നാളെ സംസാരിക്കാം. ചന്ദ്രൻ പറഞ്ഞത് കേട്ടപ്പോൾ അർജുൻ എഴുന്നേറ്റു. പ്രഭാവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഈ കണ്ണുനീരൊക്കെ എങ്ങനെ വരുന്നു? കരയാൻ മാത്രം ഇവിടിപ്പോൾ എന്ത് സംഭവിച്ചു? നന്ദന ഒന്നും മനസ്സിലാകാതെ അന്തം വിട്ടു നിന്നു. നന്ദുവാ. ബാഗെടുത്ത് നടക്കുന്നതിനിടയിൽ നന്ദനയെ നോക്കി അർജുൻ പറഞ്ഞു. അർജുൻ വിളിക്കുന്നത് കണ്ടപ്പോൾ അവൾ അവൻ്റെ കൂടെ പോയി. അവർ മുറിയിലേക്ക് പോകുന്നത് കണ്ടതും ചന്ദ്രൻ പ്രഭാവതിയുടെ നേർക്ക് തിരിഞ്ഞു. അവൻ വന്ന് കയറിയതല്ലേയുള്ളൂ, അപ്പോഴേക്കും തുടങ്ങി നിന്റെ പരാതി പറച്ചിൽ. അയാൾക്ക് പ്രഭാവതിയുടെ പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിന് അനാവശ്യമായി ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അവനോടല്ലാതെ വേറെ ആരോടാ എൻ്റെ സങ്കടങ്ങൾ പറയുക? നേരിയതിൻ്റെ തുമ്പാൽ കണ്ണു തുടച്ച് പ്രഭാവതി പറഞ്ഞു. നീ വെറുതെ ഓരോന്ന് പറഞ്ഞു കൂട്ടരുത്. നിനക്കൊരു സങ്കടം വന്നാൽ ഞാനും നിന്റെ മോളും ഇവിടെയുണ്ട്. എന്നിട്ടാണോ നിന്റെ വിഷമം കേൾക്കാൻ ആരുമില്ലെന്ന് നീ പറയുന്നത്? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, എൻ്റെ സങ്കടം എനിക്കല്ലേ അറിയൂ. പ്രഭാവതി കരയാൻ തുടങ്ങി. കുടുംബം തകർക്കാൻ ഒരു നിമിഷം മതി, കൂട്ടിച്ചേർക്കാനാണ് പാട്. നീ അത് മറക്കണ്ട, ചന്ദ്രൻ ഓർമ്മിപ്പിച്ചു. അതിനു മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ല. അതും പറഞ്ഞ് പ്രഭാവതി വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി. പ്രഭാവതി പോയപ്പോൾ ചന്ദ്രൻ പൂജയെ ഒന്ന് നോക്കി. ഞാനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല അച്ഛാ. ചന്ദ്രൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ പൂജ കയറി പറഞ്ഞു. നിന്നെപ്പോലെ തന്നെയാണ് നന്ദനയും. രാകേഷ് ഇല്ലാത്തപ്പോൾ നീ ഇവിടെ വന്നു നിൽക്കുന്നതിൽ നിന്റെ അമ്മയ്ക്ക് ഒരു എതിർപ്പും സങ്കടവുമില്ല. എന്നാൽ മരുമകൾ ഒന്ന് വീട്ടിൽ പോണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ലാത്ത കോലാഹലമില്ല. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവളും ഒരു വീട്ടിൽ നിന്നും വന്നതല്ലേ. അമ്മ ചെയ്യുന്നത് അത്ര വലിയ നല്ല സ്വഭാവമൊന്നുമല്ല. അത് കണ്ട് നീ പഠിക്കാൻ നിൽക്കണ്ട, ചന്ദ്രൻ കാർക്കശ്യത്തോടെ പൂജയോട് പറഞ്ഞു. അതിന് ഞാനും ഏട്ടത്തിയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല അച്ഛാ, പൂജ പറഞ്ഞു. അങ്ങനെ ഉണ്ടാവരുത്. ഉണ്ടായാൽ നിന്നെ ഞാൻ രാകേഷിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്യുക എന്നും പറഞ്ഞ് പൂമുഖത്തേക്ക് ചന്ദ്രൻ പോയപ്പോൾ പൂജ അതും നോക്കി മിഴിച്ചു നിന്നു. വാതിലടച്ച ശേഷം അർജുൻ നന്ദനയുടെ നേർക്ക് തിരിഞ്ഞു. അവൾ ചുമരിൽ ചാരി നിൽപ്പുണ്ട്. എന്താ അമ്മയുമായിട്ട് പ്രശ്നം? നിനക്കൊന്ന് അടങ്ങിയിരുന്നുകൂടെ? അർജുൻ പറഞ്ഞപ്പോൾ അവൾക്കും തെല്ല് ദേഷ്യം വന്നു. കാര്യമെന്തെന്ന് കൂടി കേൾക്കാൻ നിൽക്കാതെ തന്നെ ശകാരിച്ചപ്പോൾ സങ്കടവും വന്നു. അർജുനേട്ടൻ എന്താ എന്നെ കുറ്റപ്പെടുത്തുന്നേ? ഞാൻ വീട്ടിൽ പോണ കാര്യം പറഞ്ഞല്ലേയുള്ളൂ. അതിനാണോ ഇത്ര വലിയ പ്രശ്നമുണ്ടാക്കിയത്? നാളെ രാവിലെ വീട്ടിൽ പോയി വൈകുന്നേരം മടങ്ങുകയും ചെയ്യാം, ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞ് അർജുൻ ഷർട്ട് ഊരി ഹാങ്ങറിലേക്കിട്ടു. അങ്ങനെ പോയി വരാനല്ല, എനിക്ക് കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കണം അർജുനേട്ടാ. അമ്മയുടെ കൂടെ നിന്നിട്ട് കുറേയായി. പിന്നെ നീതുമോൾ വിളിക്കുന്നുണ്ട്. നിനക്കെന്താ ഇവിടെ നിൽക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണോ? അർജുൻ ചോദിച്ചു. ഭാര്യയായി ഇങ്ങനെ ഒരാൾ ഇവിടെയുണ്ട് എന്ന വല്ല വിചാരവുമുണ്ടോ അർജുനേട്ടന്?
എനിക്കുമുണ്ട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം. എന്നെ മനസ്സിലാക്കുകയെങ്കിലും ചെയ്യ്. അവൾ അതുവരെ പിടിച്ചു നിന്നിരുന്ന മാനസിക സംഘർഷം മുഴുവൻ അവൾ അറിയാതെ പുറത്തു ചാടി. അതിന് നിന്നോട് സ്വപ്നം കാണണ്ട എന്നും ആഗ്രഹങ്ങൾ മൂടിവെക്കണ്ട എന്നുമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? അർജുൻ ദേഷ്യസ്വരത്തിൽ പറഞ്ഞു. എല്ലാവരെയും പോലെ എനിക്കും സന്തോഷമായി ഭർത്താവുമൊത്ത് ജീവിക്കണം. അത് പറയുമ്പോൾ അവൾ തേങ്ങിപ്പോയി. എല്ലാവരെയും പോലെ തന്നെയല്ലേ നീ ജീവിക്കുന്നത്? ശരിക്കും അതിന് മുകളിലാണ് നിന്റെ ജീവിതം, അവൻ തത്വം പറയുന്നത് പോലെ പറഞ്ഞു. നിനക്കിവിടെ എന്തിൻ്റെ കുറവാണ്? അത് ചോദിക്കുമ്പോൾ അവൻ്റെ സ്വരത്തിൽ അമർഷം നിറഞ്ഞു നിന്നിരുന്നു. ഓ, എനിക്കിവിടെ ഒന്നിനും ഒരു കുറവുമില്ല. എല്ലാം കൂടുതലാണ്. ഭർത്താവിൻ്റെ കരുതലും സ്നേഹവും സാമീപ്യവും ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ സ്വന്തം മകളെപ്പോലെ നോക്കുന്ന അമ്മയുണ്ട്. ഏട്ടത്തിക്ക് വേണ്ടി ഭർത്താവിൻ്റെ വീട്ടിൽ പോലും നിൽക്കാത്ത അനിയത്തിയുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് വേണം ഒരു പെണ്ണിന്? അങ്ങനെ നോക്കുമ്പോൾ എല്ലാം കൂടുതലാണ്, എല്ലാം. അവളുടെ സങ്കടങ്ങളെല്ലാം അണപൊട്ടിയൊഴുകി. നീ എന്താ എന്നെ കളിയാക്കുകയാണോ എന്ന് ദേഷ്യത്തിൽ ചോദിച്ച് അവൻ നന്ദനക്കരികിലെത്തിയപ്പോൾ അവൾ മുഖം തിരിച്ചു. അതോടെ അവൻ്റെ ദേഷ്യം ഇരട്ടിയായി. അവൻ അവളുടെ മുഖം പിടിച്ച് അവൻ്റെ മുഖത്തോടടുപ്പിച്ചു. നല്ല രീതിയിലാണെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം. എൻ്റെ ഭാര്യ പദവിയും കൊണ്ട് മുന്നോട്ടു പോകാം. മര്യാദക്കിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഒന്നും നോക്കില്ല, പിടിച്ചു പുറത്താക്കും. അവൻ മുരണ്ടു. ഇതിലും ഭേദം അത് തന്നെയാ. 4 വർഷമായില്ലേ വിവാഹം കഴിഞ്ഞിട്ട്. ഇനിയും എന്നോട് ഇങ്ങനെ എന്തിനാ പെരുമാറുന്നത്? ഇത്തിരി സ്നേഹം കാണിച്ചുകൂടെ? ഒന്നുകിൽ അർജുനേട്ടൻ ഇവിടെ വന്ന് നിൽക്കണം, അല്ലെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകണം, തളരാത്ത സ്വരത്തിൽ അവൾ പറഞ്ഞു. അതൊന്നും എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റില്ല. അതും പറഞ്ഞ് അവളിലെ പിടിവിട്ട് അവൻ മാറി നിന്നു. പിന്നെ എപ്പോഴാ? എനിക്കൊരു കുഞ്ഞിനെയെങ്കിലും തന്നുകൂടെ? അതിനുള്ള അർഹത പോലും എനിക്കില്ലേ? എന്നെ അത്രയും വെറുപ്പിലാണോ അർജുനേട്ടൻ കാണുന്നത്? അവൾ ചോദിച്ചപ്പോൾ നന്നായി കിതക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചോദ്യം പാടെ അവഗണിച്ച് ടവലെടുത്ത് അയാൾ വാഷ്റൂമിലേക്ക് പോയി. അയാൾ പോയി കഴിഞ്ഞപ്പോൾ നന്ദന ബെഡിൽ തളർന്നിരുന്നു പോയി. ഒന്ന് കരയാൻ പോലും അവൾക്കായില്ല. അവളുടെ മനസ്സ് കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെ കിടന്ന് പിടക്കുകയായിരുന്നു. വാഷ്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. നന്ദനയോട് പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി എന്ന് അർജുന് തോന്നി. അമ്മയുടെ വാക്കും കേട്ട് അത്രയ്ക്കൊന്നും പറയേണ്ടിയിരുന്നില്ല എന്നവന് തോന്നി. ആ ഒരു ചിന്തയിലായിരുന്നു അർജുൻ. വാഷ്റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ അവൻ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. വാതിൽ തുറന്നപ്പോൾ ബെഡിൽ കമിഴ്ന്നു കിടക്കുന്ന നന്ദനയെയാണ് കണ്ടത്. അവൻ പതിയെ വന്ന് അവളുടെ അടുത്തിരുന്നു. അവളുടെ ചുമലിൽ കൈവച്ച് നന്ദു എന്ന് വിളിച്ചു. മുഖം മെല്ലെ ഉയർത്തി അർജുനെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. സോറി. അമ്മയുടെ കരഞ്ഞുകൊണ്ടുള്ള പറച്ചിൽ കേട്ടപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. നീ അത് വിട്ടേക്ക്. മനഃപൂർവ്വമൊന്നുമല്ല, അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. നേർത്ത ശബ്ദത്തിൽ അവൾ മൂളി. നിനക്ക് വീട്ടിൽ പോയി നിൽക്കണമെങ്കിൽ കുറച്ച് ദിവസം പൊയ്ക്കോ. വീട്ടിൽ പോയാൽ നിന്റെ മനസ്സ് ശരിയാകും. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ ആ വാക്കുകൾ അവൾക്ക് വിശ്വസിക്കാനായില്ല. തിങ്കളാഴ്ച ക്ലാസ് കഴിഞ്ഞ് നീ പൊയ്ക്കോ. പിന്നെ അടുത്തയാഴ്ച ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെ പോരെ? അവൻ്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ സന്തോഷത്തിൻ്റെ വസന്തം തീർത്തു. അർജുനേട്ടാ, അവൾ സങ്കടം കലർന്ന പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. അതുകൊണ്ട് മാത്രം എൻ്റെ സങ്കടം തീരില്ല. എല്ലാവരും ഒരു ഡോക്ടറെ കാണിക്കാൻ പറയുന്നു. അമ്മ വിളിച്ചപ്പോൾ ഒരു ഡോക്ടറെ പറ്റി പറഞ്ഞു. നമുക്കൊന്ന് പോയി കണ്ടാലോ? അവൾ പ്രതീക്ഷയോടെ ചോദിച്ചു. എനിക്ക് വിശക്കുന്നു. നീ പോയി ഭക്ഷണം വിളമ്പി വെക്ക്. ഞാൻ ഇപ്പോൾ വരാം. അവളുടെ വാക്കുകൾ കേൾക്കാൻ താല്പര്യമില്ലാത്ത മട്ടിൽ അവൻ പറഞ്ഞു. അത് കണ്ടപ്പോൾ ഇനി താൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് നന്ദനയ്ക്ക് മനസ്സിലായി. അവൾ കണ്ണുകൾ തുടച്ച് മെല്ലെ അടുക്കളയിലേക്ക് നടന്നു. അത്താഴം കഴിക്കുമ്പോൾ ആരും അധികം സംസാരിച്ചില്ല. നന്ദു നാളെ വീട്ടിലേക്ക് പോകും. നിശബ്ദതയെ ഇല്ലാതെയാക്കി അവൻ പറഞ്ഞു. കുറച്ചുനാൾ അവിടെ പോയി നിൽക്കട്ടെ. അതും പറഞ്ഞ് അർജുൻ കൈ കഴുകാൻ എഴുന്നേറ്റപ്പോൾ പ്രഭാവതിയും പൂജയും മുഖാമുഖം നോക്കി. ആരും ഒന്നും എതിർത്ത് പറഞ്ഞില്ല. നന്ദനയ്ക്ക് സന്തോഷമായി. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണല്ലോ ഇത്രയും പുകിലുണ്ടായതെന്ന് അവൾ ഓർത്തു. പാത്രം കഴുകലും അടുക്കള തുടച്ച് വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞ് അവൾ മുറിയിലെത്തുമ്പോൾ അർജുൻ ഉറക്കമായിരുന്നു. അവൾ ശബ്ദമുണ്ടാക്കാതെ പതിയെ ലൈറ്റ് ഓഫ് ചെയ്ത് അവനിൽ നിന്നും അല്പം മാറിക്കിടന്നു. എപ്പോഴോ അവൾ ഉറങ്ങിപ്പോവുകയും ചെയ്തു.
രാത്രിയിൽ എപ്പോഴോ അർജുൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് നന്ദന പതിയെ കണ്ണു തുറന്നു. ഈ നേരത്ത് ആരാണോ ആവോ എന്ന് കരുതുകയും ചെയ്തു. ഞാൻ നാളെ എന്തായാലും എത്താം കീർത്തന, അർജുൻ പറയുന്നത് നന്ദന സ്പഷ്ടമായി തന്നെ കേട്ടു. അർജുൻ്റെ അടക്കിപ്പിടിച്ചുള്ള സംസാരം അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് ഒന്നും വ്യക്തമാകുന്നില്ല. എന്നാൽ കീർത്തന എന്ന പേര് മാത്രം അവൾ വ്യക്തമായി കേട്ടു. അർജുൻ എഴുന്നേറ്റ് ജനലിനരികിൽ എത്തിയിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് ശരിക്കും കേൾക്കാതിരുന്നത്. പിന്നെ ശബ്ദം താഴ്ത്തിയായിരുന്നു അവരുടെ സംസാരം. അർജുൻ ഫോൺ ഓഫ് ചെയ്ത് വന്ന് കിടന്നത് നന്ദന അറിഞ്ഞു. അവളുടെ ചിന്തയിൽ അവൻ്റെ സംസാരം മാത്രമായി. ഉറക്കം വരാതെ അവൾ കിടന്നു. പുലർച്ചെ എപ്പോഴോ ആണ് അവൾ ഒന്ന് മയങ്ങിയത്. അവൾ ഉണരുമ്പോൾ വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്നുണ്ടായിരുന്നു. അവൾ എഴുന്നേറ്റ് ചാരിയിരുന്നു. വെള്ളം വീഴുന്ന ശബ്ദം നിലച്ചപ്പോൾ അവളുടെ നോട്ടം വാതിൽക്കലേക്ക് നീണ്ടു. അവൻ തല തുടച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങിയതും അവൻ്റെ നോട്ടം പതിഞ്ഞത് നന്ദനയിലായിരുന്നു. അവളെ കണ്ടപ്പോൾ അവനൊന്ന് പതറിയെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ അത് മറയ്ക്കാൻ ശ്രമിച്ചു. ഇന്ന് നേരത്തെ എണീറ്റോ? ക്ലാസ് ഇല്ലല്ലോ. പിന്നെ തനിക്ക് പീരിയഡ്സ് അല്ലേ? കുറച്ച് കഴിഞ്ഞ് എണീറ്റാൽ മതിയായിരുന്നല്ലോ, അവൻ അവൾക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു. ക്ലാസ് ഇല്ലെങ്കിലും ഞാൻ നേരത്തെ എണീക്കാറുണ്ട്. അർജുനേട്ടൻ വൈകി ഉണരുന്നത് കൊണ്ട് അറിയാത്തതാ, അവൾ ഭാവവ്യത്യാസം കൂടാതെ പറഞ്ഞു. അവൻ ഒന്നും മിണ്ടിയില്ല. അർജുനേട്ടൻ ഇന്നെന്താ നേരത്തെ എഴുന്നേറ്റത്? അവൾ ചോദിച്ചു. അവൻ ഒന്നും മിണ്ടാതെ മുടി ചീകാൻ തുടങ്ങിയപ്പോൾ അവൾ എഴുന്നേറ്റ് അവനരികിൽ ചെന്നു നിന്നു. എന്താ ഇത്ര നേരത്തെ? എങ്ങോട്ടാണ് പോകുന്നത്? നന്ദന ചോദിച്ചു. ഞാൻ തിരിച്ചു പോകുകയാണ്, അവൻ പറഞ്ഞു. ഇത്ര പെട്ടെന്ന് എന്തു പറ്റി? ഇനി എപ്പോഴാ വരിക? അപ്പോൾ വീട്ടിൽ പോകണ്ടേ? അവൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. വീട്ടിൽ നീ പോയിക്കോ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. അവൻ്റെ കണ്ണിലെ പിടച്ചിൽ അവൾക്ക് കാണാനുണ്ടായിരുന്നു. അവളുടെ മിഴികൾ അർജുൻ്റെ കണ്ണിൽ തങ്ങി നിന്നു. മനസ്സിൽ തന്നോട് എന്ത് മറുപടി പറയുമെന്നാണ് അവൻ ആലോചിക്കുന്നത് എന്ന് അവൾക്ക് തോന്നി. നീ എന്തായാലും വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചതല്ലേ? എന്തായാലും പോയി വന്നോളൂ. ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി. താൻ പോകുന്ന കാര്യം ഇവിടെ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആരും തന്നെ തടയില്ല, അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതല്ലല്ലോ ഞാൻ ചോദിച്ചത് അർജുനേട്ടാ, അവൾ പിടിവിടാതെ പറഞ്ഞു. നന്ദു അതിനെന്താ എന്നോട് ചോദിച്ചത്? ആലോചനയോടെ അർജുൻ ചോദിച്ചു. എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത് എന്ന്? അതാ ഞാൻ ചോദിച്ചത്. ഇന്നലെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു. ഒരു പാർട്ടിയുണ്ട്, ചെല്ലണം എന്ന് പറഞ്ഞു. പോയില്ലെങ്കിൽ ശരിയാവില്ല, അവന്മാർ പിണങ്ങും. അലമാരയിൽ നിന്നും പാൻറ്റും ഷർട്ടും എടുക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു. അവൻ വേഷം മാറാൻ തുടങ്ങി. വിളിച്ചത് ഏത് ഫ്രണ്ടാ? ഗേൾ ഫ്രണ്ടാണോ? അവൾ ചോദിച്ചതും അർജുൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. താൻ ഇന്നലെ ഫോണിൽ സംസാരിച്ചത് അവൾ കേട്ടിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ അവളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. മനസ്സിലിട്ട് 1000 കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു അവൻ. അവൾ ചോദിച്ച ചോദ്യത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും, എന്തു പറഞ്ഞ് രക്ഷപ്പെടും എന്ന് അയാൾ ഒരു നിമിഷം മനസ്സിലിട്ട് ചിന്തിച്ചു. അവൻ എന്തു മറുപടിയാവും പറയുക എന്ന ആകാംക്ഷയിൽ അവൾ അവൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിന്നു. ആ ഭാവവ്യത്യാസങ്ങൾ അവൾ ശ്രദ്ധിച്ചു.